വിവരങ്ങളുമായി നോബൽ. മോദി എക്സിൽ കുറിച്ച വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദ വെൽഫെയർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് അവർ യൂത്ത് എന്നാണ് പറയുന്നത്. ആരാണ് ഈ യുവാക്കളുടെ, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചർ നശിപ്പിച്ചത്? ആരാണ് അവരുടെ വെൽഫെയറിനെതിരായി അതിനെ അട്ടിമറിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തത്? അതിനെക്കുറിച്ച് ഒരു അക്ഷരം പ്രധാനമന്ത്രി പറയുന്നില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, ആ ഒറ്റ ആവശ്യത്തിലാണ് രാജ്യം മുഴുവൻ ഇതാ പ്രക്ഷോഭം നടക്കുന്നു. പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? പ്രതിപക്ഷം ഇതിനെ സഭയ്ക്കകത്തും പുറത്തും വരും ദിവസങ്ങളിലും ശക്തമായ പോരാട്ടമായി തന്നെ ഇതിനെ ഏറ്റെടുക്കാനുള്ള സാധ്യതകളല്ലേ മുന്നിൽ കാണുന്നത്? സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് രാജ്യ തലസ്ഥാനത്ത്? റോഷ്നി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പ്രധാനമന്ത്രി സംരക്ഷിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധിക്ക് കാരണം. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിൽ യുവാക്കളുടെ ക്ഷേമത്തെക്കുറിച്ചൊക്കെ വലിയ തരത്തിൽ വാചാലനാകുന്നത്. പരീക്ഷ ക്രമക്കേടിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും എന്ന് പറയുന്നുണ്ട്, കുറ്റക്കാരെ ശിക്ഷിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ എപ്പോൾ രാജിവെക്കും എന്ന ചോദ്യത്തിന് ഒരു മറുപടി നൽകാൻ പ്രധാനമന്ത്രി തയ്യാറല്ല. അതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. പ്രധാനമന്ത്രിയുടെ ഈ എക്സ്പോസ്റ്റിന് പിന്നാലെ വലിയ പ്രതികരണവുമായി CJP രംഗത്ത് വരുന്നു, രാഹുൽ ഗാന്ധി രംഗത്ത് വരുന്നു, പ്രതിപക്ഷ രംഗത്ത് വരുന്നു. അത്തരത്തിലുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ മതിയാകൂ എന്ന് CJP പറയുമ്പോൾ രാഹുൽ ഗാന്ധി കടന്ന് ആക്രമിക്കുകയാണ്. രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ യുവാക്കളുടെ ഭാവി നശിപ്പിച്ചത് മോദി ആണ് എന്നാണ്. ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതോടൊപ്പം തന്നെ അത്തരത്തിൽ ചോർത്തിയ ആളുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അടക്കം വിമർശനം. എന്താണെങ്കിലും പ്രധാനമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി എഴുതി വാങ്ങാതെ ഒരു തരത്തിലും ഈ പ്രതിഷേധം അവസാനിക്കുന്ന കാഴ്ച എന്താണെങ്കിലും ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ പാർലമെന്റ് നടപടികൾ പൂർണ്ണമായി സ്തംഭിക്കുന്ന കാഴ്ചയാണ് ലോക്സഭയിലും രാജ്യസഭയിലും നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ നടുത്തളത്തിലായിരുന്നു പ്രതിപക്ഷം. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നു. പല ഘട്ടങ്ങളിലും കിരൺ റിജ്ജു പാർലമെന്ററി കാര്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് ഉപാധികളോട് ചർച്ചയ്ക്ക് ആകാം, അല്ലെങ്കിൽ ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് വരും, അപ്പോൾ ചർച്ചയാകാം എന്തായിരുന്നു നിലപാട്. പക്ഷേ പ്രതിപക്ഷമാകട്ടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ട് മതി ചർച്ച എന്ന നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുകയായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ മസ്റ്റ് റിസൈൻ എന്താണ് ഇതിൽ പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ എന്താണെങ്കിൽ നിലപാട് സ്വീകരിച്ചിരുന്നത്. രാവിലെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം ഉണ്ടായി. അതിന് പിന്നാലെ NDA എംപിമാരുടെ പ്രതിഷേധം രാഹുൽ ഗാന്ധിക്ക് എതിരെ ഉണ്ടായി. വാക്കുതർക്കങ്ങൾ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊരു ആശങ്ക ഉണ്ടായി. എന്താണെങ്കിലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇന്നും ഇപ്പോൾ പാർലമെന്റ് കവാടത്തിലും പാർലമെന്റ് അകത്തൊക്കെ ഈ വിഷയം ആളിക്കത്തുന്നു. പ്രധാനമന്ത്രി എക്സ്പോസ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല, യുവാക്കളുടെ ക്ഷേമത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെങ്കിൽ മാത്രമാണ് നിലവിൽ തുടരുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാവുകയുള്ളൂ. റോഷ്നി, ശരി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.